ധനുഷ്കോടിയിലോട്ടൊരു യാത്ര പോവുകയാണ്. ഇവിടുത്തെ ദർശനമെല്ലാം കഴിഞ്ഞ് ഇവിടുത്തെ ധനുഷ്കോടി യാത്രയാണ്. ഇതാണ് വണ്ടി. ഈ വണ്ടിയിലാണ് നമ്മൾ പോണത്. ഇതുവഴി കയറാം. രാമേശ്വരം ഗ്രാമത്തിനകത്തൂടെ ഉള്ള ഒരു യാത്രയാണ് ഇപ്പം സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് ധനുഷ്കോടിയാണ് പോകേണ്ടത്. പേരെന്നാ? സെൽവരാജ്. ഭാഗ്യരാജ്. ഭാഗ്യരാജ് എന്നുള്ളൊരു ഡ്രൈവറാണ് നമുക്ക് പറ്റുന്നത്. റോഡെല്ലാം ഒരു വൃത്തിയില്ലാതാണ് കിടക്കുന്നത്. ഇതെല്ലാം റോഡെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് യാതൊരു വൃത്തിയോ ഒരു ഒരുപ്പോ ഇല്ലാത്ത ഒരു ഏരിയയാണ്. നമ്മൾ പോണത് രാമേശ്വരം ഗ്രാമത്തിനകത്തൂടെയാണ് പോണത്. ഇവിടെ നിന്ന് എത്ര 19 കിലോമീറ്റർ അല്ലേ? 19 കിലോമീറ്റർ. 28 കിലോമീറ്റർ. സംഗമം അല്ലേ? സംഗമം വരെയാണ് പോണത്. രാമേശ്വരം ധനുഷ്കോടി നിന്ന് സംഗമം വരെ നമ്മൾ പോകും. രാമേശ്വരം വരുമ്പോഴത്തേക്ക് നമുക്ക് ധനുഷ്കോടി പോകാതിരിക്കാൻ പറ്റില്ല. കാരണം ധനുഷ്കോടി വളരെ അടുത്ത ശ്രീരാമൻ പാലമിട്ട ലങ്ക പോകാൻ വേണ്ടി പാലമിട്ടിട്ടുള്ള ഒരു സ്ഥലമാണ് ധനുഷ്കോടി. അപ്പം ഇവിടെ വന്നവരെല്ലാം ധനുഷ്കോടി പോയിട്ടേ പോകുള്ളൂ. മണി ഇപ്പോൾ 6:45. നമ്മളെന്തായാലും അമൃത ട്രെയിനിൽ വന്നിട്ട് അവിടെ നിന്ന് തിരുവനന്തപുരത്ത് കയറി ഇവിടെ രാവിലെ ഉച്ചയ്ക്ക് 12:45 ഇറങ്ങി. 12:30 മണി കഴിഞ്ഞപ്പോൾ ഇവിടെ ഇറങ്ങി. ഇവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് അമൃത തന്നെ ബുക്ക് ചെയ്തത്. അത് ഇവിടെ നിന്ന് 1:30 മണിക്കാണ്. 1:30 മണിക്കാരും ഉച്ചയ്ക്ക് 1:30 മണിക്കാരും പിറ്റത്തെ വെളുപ്പിൽ 4:45 മണിക്കാണ് അവിടെ ഇറങ്ങാനുള്ള പറഞ്ഞിട്ടുള്ളത്. ആൾക്കാർ വളർത്തുന്നതാണല്ലേ. ഈ ധനുഷ്കോടിയിലെന്ന് പറയുമ്പോഴത്തേക്ക് ധനുഷ്കോടിയിൽ ഇപ്പം കുറച്ച് ദൂരം കഴിഞ്ഞാൽ ആ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ പോസ്റ്റില്ല, പിന്നെ ടവറൊന്നും കിട്ടൂല. അടിപൊളി റോഡാണ് കാണുന്നത്.
ലക്ഷദ്വീപുമായിട്ട് ഏറെ സാമ്യമുണ്ട് ഈ അതുവഴി പോകുമ്പോഴത്തേക്ക്. ലക്ഷദ്വീപും ഇതും കൂടെ നോക്കുമ്പോഴത്തേക്ക് ധനുഷ്കോടി പോകുമ്പോഴത്തേക്ക് നമുക്ക് ഒരു അങ്ങനെ ഫീൽ ചെയ്യും. അതായത് കുറച്ച് ദൂരം കൂടെ കഴിഞ്ഞാൽ പിന്നെ രണ്ട് സൈഡും കടലാണ്. നടുക്കൂടെ റോഡ് പോകണം. ഒരു സൈഡ് ഇടതുവശത്ത് വന്നിട്ട് ബംഗാൾ ഉൾക്കടൽ, വലതുവശത്ത് വന്ന് നമ്മുടെ അറബിക്കടൽ. അങ്ങനെയാണ് പോകുന്നത്. നേരെ ഇപ്പം വെളുത്ത് വന്നതേ ഉള്ളൂ. 1964 ചുഴലിക്കൊടുങ്കാറ്റിനെ തുടർന്ന് ഇവിടെ പഠനം നടത്തുകയും ഇവിടെ ഒരു അൺസേഫ്റ്റി ഏരിയ ആയിട്ട് മദ്രാസ് കോടതി പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിനാൽ ഇവിടെ ജനവാസം ഒന്നും അനുവദിക്കാറില്ല. പിന്നെ 4 മണി കഴിഞ്ഞാൽ ഫിഷർമാൻമാർക്ക് മാത്രമേ അതിനകത്ത് അനുവാദമുള്ളൂ. അത് അവർക്ക് ID കാർഡൊക്കെ ഉള്ള ആൾക്കാർക്ക് മാത്രമേ ഇതിനകത്ത് കയറാനുള്ള അനുവാദമുള്ളൂ. ഇവിടെ ഇലക്ട്രിക് പോസ്റ്റോ പിന്നെ കുടിവെള്ളത്തിൻ്റെ പൈപ്പുകളോ ഒന്നും കിട്ടില്ല. നമുക്ക് ഇതിൻ്റെ ടവർ പോലും നമുക്ക് മൊബൈൽ പോലും വർക്കാവില്ല ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ. രാവിലെ 6:30 മണിക്ക് തുറന്നാൽ വൈകിട്ട് 4 മണിക്ക് അടയ്ക്കും. അപ്പോഴത്തേക്ക് എല്ലാവരും പുറത്തിറങ്ങും. ഇതിനിടയ്ക്ക് അവർ ഈ റഡാർ വെച്ചിട്ട് തന്നെ നോക്കും. കോവിലുണ്ട്. ഇത് കംപ്ലീറ്റ് ധനുഷ്കോടി പോണ വഴിക്കാണ്. എൻ്റെ ഇവിടെ ഒരുപാട് കുതിരകളിരിക്കുന്നുണ്ട്. അത്ര കുതിര നോക്കിയാണ്.
അത് കടല് കരയിൽ ആർക്കും ഇറങ്ങി നിൽക്കുന്നത്. ഈ ഏരിയ വന്നിട്ട് അൺസേഫ്റ്റി ഏരിയ എന്നാണ് പറയുന്നത്. അതായത് 4 മണിക്ക് രാവിലെ 6:30 മണിക്ക് ഓപ്പൺ ആയി കഴിഞ്ഞാൽ വൈകിട്ട് 4 മണിക്ക് ക്ലോസ് ആവും. കാരണം ഇവിടെ സ്മഗ്ലിംഗ് എല്ലാം നടക്കുന്ന ഒരു ഏരിയയാണ്. ഈ കഞ്ചാവും കാര്യങ്ങളൊക്കെ വന്ന് ആന്ധ്രയിൽ നിന്ന് അവിടെ നിന്നൊക്കെ വന്ന് ഈ ബോട്ടിലൊക്കെ വന്ന് ഇവിടെ കയറും. പിന്നെ ശ്രീലങ്കയിൽ നിന്നൊക്കെ ഇഷ്ടംപോലെ ഒരുപാട് ഗോൾഡൊക്കെ ഒരുപാട് കിട്ടുന്നത് നമ്മൾ പറയുന്നത്. അങ്ങനെയൊക്കെ ഉള്ളൊരു അൺസേഫ്റ്റി ഏരിയയൊക്കെയാണ് ഗവൺമെൻറ് ഈ ഏരിയ കാണുന്നത്. 64-ൽ ഇവിടെ ഒരു ഭയങ്കര കൊടുങ്കാറ്റുണ്ടായി. ആ കൊടുപോയി 5000 പേർ ഒറ്റ അടിക്ക് രാത്രി തന്നെ മരിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിനുശേഷം ഇവിടെ ഗവൺമെൻറ് പ്രഖ്യാപിച്ച അൺസേഫ്റ്റി ഏരിയ ആയിട്ട് അപ്പം അങ്ങനെയാണ് നിയന്ത്രണങ്ങൾ ഇവിടെ വെച്ചത്. അതിവിടെ അതിൻ്റെ ഒരു പഴയ സ്മാരകങ്ങളൊക്കെ പണ്ടത്തെ ആ സിറ്റിയുടെ സ്മാരകങ്ങളൊക്കെ നേരത്തെ പുള്ളി കാണിച്ചു തന്നെ തൊട്ടപ്പുറത്താണ് അവിടെ. അതാണ് ശരിക്കും പറഞ്ഞാൽ പഴയ കോടി ധനുഷ്കോടി, പഴയ ധനുഷ്കോടി. അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പോഴും അതിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും അവിടെ കിടപ്പുണ്ട്. അത് നമ്മൾ ഇവിടെ വന്ന വഴിക്ക് തന്നെ പുള്ളി കാണിച്ചു തന്നത്. ഇവിടെ ഒരുപാട് മീനും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിടിക്കുന്നതായിരുന്നു. ഫിഷറീസ് മാനാണ് കൂടുതലും ഉള്ളത്. സ്മഗ്ലിങ്ങിൻ്റെ മെയിൻ കേന്ദ്രമാണ് തമിഴ്നാട്. കാരണം ശ്രീലങ്ക ഇവിടെ നിന്ന് 18 കിലോമീറ്റർ, ഈ എൻഡിൽ നിന്ന് 18 കിലോമീറ്റർ ആകുമ്പോൾ ശ്രീലങ്കയായി. ശ്രീലങ്കയിൽ നിന്ന് ഇപ്പോൾ പെട്ടെന്ന് ബോട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ 1 മണിക്കൂർ കൊണ്ട് അവർക്ക് ഇവിടെ എത്താൻ പറ്റും. ഗവൺമെൻറ് കണക്ക് പ്രകാരം 1800 പേരും ഇതുവരെ ഉള്ളല്ലേ ഒരു ട്രെയിന് അപ്പാടെ 15 പേരും പോയതാണ് ഗവൺമെൻറ് കണക്ക്. ശരിക്കും ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞാൽ 5000 പേരുടെ മേലും ജീവിതത്തിൽ ഇവിടെയൊക്കെ വന്നിട്ട് കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളാണ്. കാരണം നമ്മൾ ഈ ഇന്ത്യയുടെ മാപ്പിൽ മാത്രമേ ഇതെല്ലാം കണ്ടിട്ടുള്ളൂ. ആ എൻഡ് വന്ന് വരുമ്പോഴത്തേക്ക് ബംഗാൾ ഉൾക്കടലും അറബിക്കടലുമായിട്ട് സംഗമിക്കുന്ന സ്ഥലമൊന്നും ഇവിടെ വന്നാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് കാണാൻ പറ്റും. ഇവിടെ നിന്നൊക്കെ എന്നറിയാം ആൾക്കാർ വരുന്നത്. ഇവിടെ എത്ര ദൂരത്തുനിന്നറിയാം ആൾക്കാർ വരുന്നത്. ബംഗാൾ ഉൾക്കടൽ ഒരു സൈഡ്, ഈ ലെഫ്റ്റ് സൈഡിൽ ബംഗാൾ ഉൾക്കടൽ. ഇവിടെ നിന്ന് കറങ്ങി വേണ്ട അറബിക്കടലുമായിട്ട് ചേരുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ സംഗമം എന്നാണ് പറയുന്നത് ഈ സ്ഥലത്തിൽ. ഒരു അശോക സ്തംഭമൊക്കെ വെച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അടിപൊളി സ്ഥലം കേട്ടോ, അടിപൊളി സ്ഥലം. കാരണം പറഞ്ഞാൽ ഈ ബംഗാൾ ഉൾക്കടലും അറബിക്കടലും ഒക്കെ ചേർന്ന് പറഞ്ഞാൽ നമ്മൾ മാപ്പിലാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ടുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇവിടെ വന്നത്. പക്ഷേ എനിക്ക് വാങ്ങി നല്ല ഇഷ്ടപ്പെട്ടു. നല്ല സൂപ്പർ സ്ഥലം ആണ്. ഒഴുക്കുണ്ട, ഇവിടെ നിന്ന് ഒഴുക്കുണ്ട. ബംഗാൾ ഉൾക്കടൽ ഒഴുക്കുണ്ട്. അറബിക്കടലിലോട്ടൊന്ന് ചേർന്ന് കേട്ടോ.
കണ്ട അതിനാണ് സംഗമം എന്നവർ പറയുന്നത്. രണ്ടും കൂടെ വന്ന് ചേരുന്ന സ്ഥലമാണ്. അതിനാണ് സംഗമം എന്ന് പറയുന്നത്. ഇഷ്ടംപോലെ ആൾ ഇറങ്ങി നിൽപ്പുണ്ട് കടലിൽ. കണ്ടോ? ആൾക്കാരെല്ലാം കടലിനകത്ത് തന്നെ ഇറങ്ങി നിൽക്കണം. നമ്മുടെ അറബിക്കടലിൽ ഇറങ്ങി നിൽക്കണേട്ടാ. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ഇറങ്ങാൻ പറ്റില്ല. കാരണം അവിടെ മൊത്തം ഭയങ്കര തിരയും നല്ല ഇഷ്ടംപോലെ വെള്ളമുണ്ട്. അറബിക്കടലിൽ മാത്രം കുറച്ച് ഭാഗം കര പോലെ കിടക്കുന്നുണ്ട്. അവിടെയാണ് ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നത്. അവർ പറയുന്നതെന്ന് പറഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇവിടെയൊക്കെ വന്ന് മൂടും, വെള്ളം വന്ന് മൂടുമെന്നുള്ളതാണ്. വേലിയേറ്റം, വേലി ഇറക്കുക സമയത്ത്. അപ്പോൾ വേലി ഇറക്ക സമയമാണ്. എടുക്കാം.